കോഴിക്കോട് താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട 10ാം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഷഹബാസിന്റെ വീട്ടിൽ സൈബർ സെൽ പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ സൈബർ സെൽ ഫോൺ പരിശോധിക്കുകയാണ്. ഷഹദ് റഹ്മാനാണ് ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. ഷഹദ്, ഷഹബാസിന്റെ വീട്ടിൽ പരിശോധനയുടെ പശ്ചാത്തലം എന്താണ്? അതായത് ഈ വാട്സപ്പ് ചാറ്റുകൾ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ചാറ്റുകൾ ഇതുവഴിയാണ് ഈ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പ്രതികളായിട്ടുള്ള കുറ്റാരോപിതരായിട്ടുള്ള ആളുകൾ ഈ ചാറ്റും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചനയൊക്കെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ കേസിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ പോലീസ് നേരത്തെ തന്നെ സംശയിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ബലപ്പെടുത്തുന്നതായിരുന്നു ഓഡിയോ സന്ദേശങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഷഹബാസിന്റെ ഫോണിൽ നിന്ന് ഷഹബാസിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പരിശോധിച്ച് അതിൽ നിന്ന് കൂടുതൽ ചാറ്റുകൾ, ഇതുമായി ബന്ധപ്പെട്ട ആരൊക്കെ ഏതൊക്കെ ഗ്രൂപ്പുകളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ഷഹബാസ് ആരോടെങ്കിലും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ സൈബർ സെല്ലിന്റെ കൂടി സഹായത്തോടു കൂടി ഇപ്പോൾ പോലീസ് ഷഹബാസിന്റെ വീട്ടിലെത്തിയിട്ടുള്ളത്. താമരശ്ശേരി പോലീസും ഈ സൈബർ സെല്ലിനൊപ്പമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൃശ്യങ്ങളിൽ അത് വ്യക്തവുമാണ്. അപ്പോൾ ഇതിന്റെ എല്ലാം പശ്ചാത്തലം കൂടി പരിശോധിച്ച് ഷഹബാസിന്റെ ഫോണിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് വിശദാംശങ്ങൾ ലഭ്യമാകുമോ എന്ന സാധ്യത കൂടി പരിശോധിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കേസിൽ പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഇതുവരെ പോലീസിന്റെ എല്ലാ അനുമാനങ്ങളും ശരിയാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഷഹബാസിന്റെ കൂടി ഫോണ് പരിശോധിക്കാം എന്നൊരു തീരുമാനം ഈ ഘട്ടത്തിൽ പോലീസ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് സൈബർ സെല്ലിന്റെ സഹായം ഈ വിഷയത്തിൽ തേടുന്നത്. ഹാഷ്മി, ഓക്കെ. ഷഹദ് റഹ്മാനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. നമ്മൾ നേരത്തെ കേട്ട ഞാൻ ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞു, പറഞ്ഞാൽ ചെയ്ത പോലെ ചെയ്തിരിക്കും, അവനെ കണ്ണ് പോയി നോക്കുക, അവന് കണ്ണൊന്നുമില്ല എന്നൊക്കെ കൊലയ്ക്ക് ശേഷം ഈ കുട്ടികൾ അവരെ കുറ്റവാളികൾ എന്ന് നിയമപ്രകാരം പറയരുതെന്നാണ് അത്ര പറയുന്നത്. അപ്പോൾ അവരിടുന്ന ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ഓഡിയോ ക്ലിപ്പൊക്കെ നമ്മൾ കേട്ടതാണ്. അതിനു മുമ്പും സമാനമായ രീതിയിൽ ഈ പറഞ്ഞ സംഘങ്ങൾ തമ്മിലുള്ള ചാറ്റിലൊക്കെ ഇത്തരത്തിൽ നെഞ്ചക്ക് ഉപയോഗിച്ച് തന്നെ മർദ്ദിക്കും, ഇടിക്കും, കൊല്ലുമെന്നൊക്കെയുള്ള ഭീഷണിയൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ പ്ലാൻഡ് മർഡറാണ് എന്ന് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ പോലീസിലുണ്ട് എന്നാണ് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നത്.